ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കാരണം വൃക്കരോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പ്രതിരോധത്തെക്കുറിച്ചും നേരത്തെയുള്ള കണ്ടെത്തലിനെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കേണ്ടത് പ്രധാനമാണ്. ഇന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തരായ നെഫ്രോളജിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ ഹാനോക്ക് ഉണ്ണി സാമുവൽ നമ്മളോടൊപ്പമുണ്ട്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, വൃക്കരോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വൃക്കരോഗികൾ സാധാരണയായി തുടക്കത്തിലെ കാണുന്ന രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രത്തിൽ പതയുണ്ടാവുക, അതേപോലെ തന്നെ കാലിൽ നീര് വരിക, രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം രാവിലെ ആകുമ്പോൾ കണ്ണിന് ചുറ്റും നീര് അനുഭവപ്പെടുക, അമിതമായി ക്ഷീണം തോന്നുക, ആഹാരം കഴിക്കാൻ തോന്നായിക, അതേപോലെ തന്നെ ശരീരഭാരം കുറയുക, കൂടുതലായി മൂത്രമൊഴിക്കാൻ തോന്നുക, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായി മൂത്രമൊഴിക്കുക, മാംസപേശികൾ വലിച്ചു പിടിക്കുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ സ്കിൻ ഡ്രൈ ആകുക, ചൊറിച്ചിൽ വരിക. ഇതെല്ലാം കിഡ്നി രോഗികളിൽ തുടക്കത്തിലെ കാണുന്ന ചില രോഗലക്ഷണങ്ങളാണ്. ഡോക്ടർ, വൃക്കരോഗത്തിന് എന്തെല്ലാം ചികിത്സകൾ ലഭ്യമാണ്? വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ ആ രോഗിയുടെ കിഡ്നി എത്രത്തോളം ബാക്കി പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചാണ്. അതായത് ആ രോഗി ഏത് സ്റ്റേജ് അസുഖത്തിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. തുടക്കത്തിലെ കിഡ്നി രോഗികൾ, അതായത് തുടക്കത്തിലെ സ്റ്റേജുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ജീവിതശൈലി മാറ്റം കൊണ്ടുവരിക തന്നെയാണ്. അതിൽ പ്രധാനമായി ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അനിമൽ പ്രോട്ടീൻസ് കുറയ്ക്കുക, പ്ലാന്റ് പ്രോട്ടീൻസ് കുറച്ചുകൂടെ അനിമൽ പ്രോട്ടീൻസിനെക്കാളും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്സ് കുറയ്ക്കുക, കൂടുതലായി ഹോം ബേസ്ഡ് ഫ്രഷ് ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡോക്ടർ, ഏറ്റവും സാധാരണമായ ഒരു വൃക്ക പ്രശ്നം എന്താണ്? പ്രധാനമായി 2 തരത്തിൽ കിഡ്നി അസുഖങ്ങളുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, 2 ക്രോണിക് കിഡ്നി ഡിസീസ്. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ICU ഉള്ള രോഗികളെല്ലാം കാണുന്നത് ചെറിയ തോതിൽ ക്രിയാറ്റിൻ കൂടുന്ന ഒരവസ്ഥ, ഡയാലിസിസ് വരാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് ഇല്ലാതെ തന്നെ അത് പൂർണ്ണമായും സുഖപ്പെടുന്ന ഒരവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇനി അതിനും പ്രധാനമായിട്ട് ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. കാരണം നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിന്റെ അളവ് 3 മാസത്തിൽ കൂടുതൽ അത് നിയന്ത്രണാതീതമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ലോകമെമ്പാടും 13%. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ്. ഡോക്ടർ, ഉപ്പും പ്രോട്ടീനും വൃക്കകളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഉപ്പും അതേപോലെ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഘടകങ്ങളാണ്. പക്ഷെ കിഡ്നി രോഗം വന്നതിന് ശേഷം ഇവിടെ 2ന്റെയും നമ്മുടെ ഉപയോഗം കുറയ്ക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായും സോൾട്ട് റെസ്ട്രിക്ഷൻ, അത് ഉപ്പ് കുറയ്ക്കുക എന്നുള്ളത്. ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി കിഡ്നി രോഗികളിൽ പ്രത്യേകിച്ച് അത് കൂടുമ്പോൾ ഈ ഒരു സോൾട്ട് സെൻസിറ്റീവ് ഹൈപ്പർ ടെൻഷൻ, BP കൂടുന്ന ഒരവസ്ഥ വരാം, നമ്മുടെ കിഡ്നി രോഗം മൂർച്ഛിക്കുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ ഇതെല്ലാം കറക്റ്റായി നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ആ ഉപ്പ് എടുക്കുന്നതിന്റെ അളവ് നന്നായി കുറയ്ക്കണം. WHO പറയുന്നതനുസരിച്ച് 5 ഗ്രാം ഒരു ദിവസം 5 ഗ്രാം താഴെ ഉപ്പ് എടുക്കാൻ പാടുള്ളൂ. ഡോക്ടർ, വൃക്കരോഗങ്ങൾ പ്രായമായവരെ മാത്രമാണോ ബാധിക്കുകയുള്ളൂ, അതോ എല്ലാവർക്കും സംഭവിക്കുമോ? കിഡ്നി രോഗം ആർക്ക് വേണമെങ്കിലും വരാവുന്നൊരു അസുഖമാണ്. അതായത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും വരാവുന്ന അസുഖമാണ് കിഡ്നി രോഗം. പക്ഷേ ചില അവസ്ഥകൾ അല്ലെങ്കിൽ ചില കൂടുതലായിട്ട് അസുഖമുള്ള ആളുകളിൽ ഇതിന്റെ കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് ഏതെല്ലാം കണ്ടീഷനാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾ, വയസ്സ് 60 വയസ്സിന് മേലുള്ള ആളുകൾ, പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളുള്ള ആളുകൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആളുകൾ, ഒബേസിറ്റി, അത് അമിത വണ്ണമുള്ള ആളുകൾ, അതേപോലെ തന്നെ പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, ജനിതകമായ റിസ്ക് ഉള്ള ചില ആളുകൾ, കൂടുതലായി റീനൽ സ്റ്റോണോ യൂറിൻ ഇൻഫെക്ഷനോ വരുന്ന ആളുകൾ, അതേപോലെ തന്നെ അമിതമായി ഈ ആവശ്യമില്ലാത്ത മരുന്നുകൾ, വേദന സംഹാരമുള്ള നാട്ടുമരുന്നുകളോ കൂടുതലായി എടുക്കുന്ന ആളുകളിലെല്ലാം കിഡ്നി രോഗം വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, വൃക്കരോഗത്തിന് എന്തെല്ലാം ചികിത്സകൾ ലഭ്യമാണ്? വൃക്കരോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ ആ രോഗിയുടെ കിഡ്നി എത്രത്തോളം ബാക്കി പ്രവർത്തിക്കുന്നു എന്നനുസരിച്ചാണ്. അതായത് ആ രോഗി ഏത് സ്റ്റേജ് അസുഖത്തിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. തുടക്കത്തിലെ കിഡ്നി രോഗികൾ, അതായത് തുടക്കത്തിലെ സ്റ്റേജുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചികിത്സാ രീതികൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനം ജീവിതശൈലി മാറ്റം കൊണ്ടുവരിക തന്നെയാണ്. അതിൽ പ്രധാനമായി ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ഉപ്പിന്റെ അളവ് കുറയ്ക്കുക, അനിമൽ പ്രോട്ടീൻസ് കുറയ്ക്കുക, പ്ലാന്റ് പ്രോട്ടീൻസ് കുറച്ചുകൂടെ അനിമൽ പ്രോട്ടീൻസിനെക്കാളും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കുക, ഓയിലി അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ്സ് കുറയ്ക്കുക, കൂടുതലായി ഹോം ബേസ്ഡ് ഫ്രഷ് ഫുഡ്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ, ഏറ്റവും സാധാരണമായ ഒരു വൃക്ക പ്രശ്നം എന്താണ്? പ്രധാനമായി 2 തരത്തിൽ കിഡ്നി അസുഖങ്ങളുണ്ട്. ഒന്ന് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, 2 ക്രോണിക് കിഡ്നി ഡിസീസ്. ഈ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ICU ഉള്ള രോഗികളെല്ലാം കാണുന്നത് ചെറിയ തോതിൽ ക്രിയാറ്റിൻ കൂടുന്ന ഒരവസ്ഥ, ഡയാലിസിസ് വരാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡയാലിസിസ് ഇല്ലാതെ തന്നെ അത് പൂർണ്ണമായും സുഖപ്പെടുന്ന ഒരവസ്ഥയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. ഇനി അതിലും പ്രധാനമായിട്ട് ഉള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. നമ്മുടെ ശരീരത്തിലെ ക്രിയാറ്റിന്റെ അളവ് 3 മാസത്തിൽ കൂടുതൽ
അത് നിയന്ത്രണാതീതമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ലോകമെമ്പാടും 13%. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അസുഖമാണ്. താങ്ക് യു ഡോക്ടർ. A public awareness initiative from the makers of Zeblong and Zeblong Tea.